കോട്ടയം അയർക്കുന്നത്ത് ഇതര സംസ്ഥാന തൊഴിലാളി ഭാര്യയെ കൊന്ന് നിർമ്മാണം നടക്കുന്ന വീട്ടുപരിസരത്ത് കുഴിച്ചിട്ട ക്രൂരത നമ്മൾ കേട്ടതാണ്. പശ്ചിമ ബംഗാൾ സ്വദേശിനി അൽപ്പനയാണ് ഭർത്താവ് സോണി കൊലപ്പെടുത്തിയത്. മണ്ണ് നീക്കി നടത്തിയ പരിശോധനയിൽ മൃതദേഹം കണ്ടെത്തുകയായിരുന്നു. ഭാര്യയിലുള്ള സംശയമാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചത്. കേരള പോലീസ് സോണിയെ കണ്ടെത്തിയില്ലായിരുന്നെങ്കിൽ ആ നിരപരാധിയായ വീട്ടുടമ സംശയനിഴലിൽ പെട്ടുപോയേനെ. പശ്ചിമബംഗാൾ സ്വദേശി അൽപ്പനയുടെ തിരോധാനം അത് പിന്നീട് കൊലപാതകമായി മാറുന്നു. കൊലപ്പെടുത്തിയത് ഭർത്താവ് സോണി. കാരണം അൽപ്പനയുടെ സുഹൃത്തുമായുള്ള അടുത്ത ബന്ധം. ഇക്കഴിഞ്ഞ 14-നാണ് അൽപ്പനയെ കാണാതാകുന്നത്. കാണാതായി 3 ദിവസം കഴിഞ്ഞാണ് ഭർത്താവ് സോണി അയർക്കുന്നം പോലീസിൽ പരാതിയുമായി വരുന്നത്. എന്തുകൊണ്ട് ഈ 3 ദിവസത്തിന് ശേഷം പരാതി നൽകിയെന്നതായിരുന്നു പോലീസിനെ കുഴപ്പിച്ച ആദ്യ ചോദ്യം. അവിടെ നിന്നായിരുന്നു പോലീസിൻ്റെ പിന്നീടുള്ള അന്വേഷണം. ആദ്യഘട്ടത്തിൽ തിരോധാനത്തിന് കേസെടുത്ത പോലീസ് സോണിയെ ചോദ്യം ചെയ്യുന്നു. തുടർന്ന് സോണിയാണ് പറഞ്ഞത് അൽപ്പനയ്ക്ക് ഒരു ആൺസുഹൃത്തുണ്ടോ എന്നും അയാൾ കൊലപ്പെടുത്തിയതാകാമെന്നും. തുടർന്ന് അയാളെ വിളിച്ചു വരുത്തിയും ചോദ്യം ചെയ്തു. പിന്നീട് 2 പേരെയും വിട്ടയക്കുകയും ചെയ്തു. അൽപ്പനയെ കാണാതായി 3 ദിവസം കഴിഞ്ഞ് പരാതി നൽകിയതും പിന്നീടുള്ള സോണിയുടെ പെരുമാറ്റവുമൊക്കെ പോലീസിനെ കൂടുതൽ കുഴപ്പിച്ചു. അങ്ങനെ സോണിയെ പോലീസ് നിരീക്ഷിക്കാൻ തുടങ്ങി. പിന്നീട് ഫോണിൽ വിളിച്ചപ്പോൾ അയാളെ കിട്ടുന്നില്ല. തുടർന്നാണ് ടവർ ലൊക്കേഷൻ നോക്കിയപ്പോൾ അയാൾ എറണാകുളം സൗത്ത് റെയിൽവേ സ്റ്റേഷനിലുണ്ടെന്ന് പോലീസിന് മനസ്സിലായി. സോണിക്കെതിരെ പിന്നീടുള്ള പോലീസിൻ്റെ തെളിവ് CCTVയും ഓട്ടോക്കാരൻ്റെ നിർണായകമായ മൊഴിയുമായിരുന്നു. കൊലപാതകം നടന്ന 14-ാം തീയതി ഓട്ടോക്കാരൻ സോണിയെയും ഭാര്യ അൽപ്പനയെയും ഈ ടൗണിൽ കൊണ്ടുവന്ന് ഇറക്കിയതായി പറയുന്നു. പിന്നീട് തൊട്ടടുത്ത വീട്ടിൽ ഇവർ 2 പേരും 7:10 നടന്നു പോകുന്ന ദൃശ്യവും കിട്ടി. പിന്നീട് 7:45 തിരികെ സോണി മാത്രമാണ് നടന്നു പോകുന്നത്. അവിടെയാണ് അൽപ്പനയുടെ തിരോധാനമല്ല കൊലപാതകമാണ് നടന്നതെന്ന് പോലീസിന് മനസ്സിലാകുന്നത്. 7 മണിയായി. ഫസ്റ്റിലെ ഓട്ടമായിരുന്നു. അവിടെ കൊണ്ടുവന്ന് ഇറങ്ങി. അവിടുന്ന് ഇങ്ങോട്ടാണോ പോകുന്നത് ഞാൻ കണ്ടില്ല. അവിടെ ഇറങ്ങി ഞാൻ വണ്ടി എടുത്തങ്ങ് പോയി. ആ സമയത്ത് ഇവരുടെ 2 പേരുടെ ഒരു എന്തായിരുന്നു? 2 പേരും ഒന്നും മിണ്ടുന്നില്ല. അവൻ വന്ന് എന്നോട് ചോദിച്ചു ഇവിടെ എളപ്പാനി വരെ പോകണം, അവിടെ ഞാൻ കയറിക്കോളാൻ പറഞ്ഞു. പെണ്ണിനെ ഞാൻ കാണുന്നേ ഇല്ല. അൽപ്പനയെ കൊലപ്പെടുത്തി 5 ദിവസം പിന്നിട്ട ശേഷം തൻ്റെ 4ഉം 7ഉം വയസ്സുള്ള മക്കളുമൊത്താണ് എറണാകുളം റെയിൽവേ സ്റ്റേഷനിലേക്ക് സോണി പോയത്. എന്നാൽ ഉടൻ തന്നെ പോലീസ് പിടികൂടി ഇയാളെ ചോദ്യം ചെയ്തു. ആ ചോദ്യം ചെയ്തതിൽ സോണി പതറി. കാര്യങ്ങളെല്ലാം പോലീസിന് മുമ്പാകെ വിശദീകരിച്ചു. കൊലപാതകം നടത്താൻ രാവിലെയായിരുന്നു ഇങ്ങോട്ടേക്ക് കൊണ്ടുവന്നത്. അതിനുശേഷം ഇവിടെ വെച്ച് ഇവർ തമ്മിൽ വാക്കുതർക്കമുണ്ടാകുന്നു. ആ വാക്കുതർക്കത്തെ തുടർന്ന് ഇയാൾ തൊട്ടപ്പുറത്ത് കാണുന്ന കല്ലിൽ തലയിടിപ്പിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായത്. അതിനുശേഷം മൃതദേഹം തൊട്ടടുത്ത സ്ഥലത്തേക്ക് മാറ്റി. മരണമുറപ്പിക്കാൻ വേണ്ടി അവിടെ ഉണ്ടായിരുന്ന കമ്പിപ്പാരയെടുത്ത് തലയ്ക്ക് 3-4 തവണ അടിച്ചു. അതിനുശേഷം ഈ വീടിന് പുറകുവശത്ത് ഇളകിക്കിടന്ന ആ മണ്ണ് നീക്കി 1 അടിയോളം കുഴിയെടുത്ത ശേഷമാണ് മൃതദേഹം അതിലിട്ട് മൂടുന്നത്. തൊട്ടടുത്ത് തന്നെ ഇളക്കമുള്ള മണ്ണാണ്, ഇവിടെ കോരിത്തട്ടിയ മണ്ണാണ്. ആ മണ്ണിൽ പെട്ടെന്ന് തന്നെ പ്രതിക്ക് വളരെ ഈസി ആയിട്ട് തന്നെ സ്വന്തമായിട്ട് കുഴിയെടുക്കാനൊക്കെ സാധിക്കുന്ന മേൽമണ്ണാണ് ഇവിടെ ഉള്ളത്. അതുകൊണ്ട് അതും വളരെ ഭദ്രമാക്കി ചെയ്യാൻ സാധിച്ചു. വെറും 1 അടി താഴ്ചയാണ് ഈ കുഴിക്കുള്ളത്. നമ്മൾ വന്ന് കുഴിച്ച് നോക്കിയപ്പോൾ തന്നെ പെട്ടെന്ന് തന്നെ ബോഡി കണ്ടെത്താൻ നമുക്ക് സാധിച്ചു. ഒരുപക്ഷെ പോലീസ് തക്ക സമയത്ത് ടോണിയുടെ ടവർ ലൊക്കേഷൻ പരിശോധിച്ചില്ലായിരുന്നുവെങ്കിൽ കുട്ടികളുമൊത്ത് സോണി പശ്ചിമബംഗാളിലേക്ക് പോയിരുന്നേനെ. അങ്ങനെയെങ്കിൽ ഈ വീട്ടുടമസ്ഥൻ ഇതിനെല്ലാം ഉത്തരം പറയേണ്ടിയും വന്നേനെ. എന്നാൽ അതിനൊന്നും ഇടവന്നില്ല. പോലീസ് കൃത്യമായി ഇടപെട്ട പ്രതിയെ പിടികൂടി. ജോബിൻ തെക്കടിക്കൊപ്പം ശ്യാമപ്രസാദ് ഉത്തമൻ, മാതൃഭൂമി ന്യൂസ്, കോട്ടയം.